ഇടയ്ക്ക് ഇങ്ങനെ ആശാൻ എങ്ങനെ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ? പുറത്ത് പരിപാടി കിട്ടാറുണ്ടോന്നോ? എടാ കാണിച്ചു കൊടുക്കടാ. കണ്ടാ കഴിഞ്ഞ ദിവസം കടപ്പുറത്തൊരു പരിപാടിക്ക് പോയതാ, പങ്കായത്തിനടിച്ചതാ. ഞാനത് എവിടെയാ എന്റെ ആശാൻ അതല്ല. ആശാന് ഗാനമേള കൂടുതൽ ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? എനിക്ക് ഗാനമേള കൂടുതലും ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ? ആശാൻ ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഡോർ, മറ്റേത് മരത്തിന്റെ. അതെ, ആശാന്റെ ശിഷ്യൻ തന്നെ. ആശാനെ പ്ലാസ്റ്റിക്കും മരമൊന്നും അല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൈതാനങ്ങളൊക്കെ നടന്ന പരിപാടി ഉണ്ടല്ലോ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ അടച്ചുപൂട്ടിയ പരിപാടി, ഓഡിറ്റോറിയം പരിപാടി. എനിക്ക് കൂടുതലും ഔട്ട്ഡോർ പരിപാടിയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, പരിപാടി അങ്ങോട്ട് തീരുമ്പോഴേക്കും ഇൻഡോർ ആയി പോകും. എന്താ? ഈ കമ്മിറ്റിക്കാർ പിടിച്ച് പൂട്ടിയിടും. ഈ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ആശാൻ അറിയാമോ? തൃപ്രയാർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അറിയാമോ? അറിയാം. അതും എന്നോട് ഞാൻ പറയട്ടെ. പറഞ്ഞോ. സ്റ്റേജിന്റെ പുറകിലുള്ള മതിൽ ചാടി കിടന്നിട്ട് റബ്ബർ തോട്ടത്തിൽ 100 ഓടിച്ച് അപ്പുറത്തെ വീട്ടിലെ ചാണാക്കുഴി ചാടാണ്ട് അപ്പുറത്തെ വീട്ടിലെ ടെറസിന്റെ മുകളിൽ കണ്ടിട്ട് പൈപ്പോഴി ഊർന്നിറങ്ങിയിട്ട് പട്ടി അടിക്കാണ്ട് വേലി ചാടിച്ച് 100 ഓടണ ആ വഴിയല്ലേ? ആശാനെ സമ്മതിക്കണം, ആ നാട്ടുകാർക്ക് പോലും ആ വഴി അത്ര പരിചയമില്ല. ആശാൻ എങ്ങനെ മനസ്സിലായത് ആ വഴി? 4 വർഷം മുമ്പ് ഒരു ഗാനമേള നടത്തി പൊളിഞ്ഞിട്ട് ഞങ്ങൾ അതുവഴിയല്ലേ ഓടി രക്ഷപ്പെട്ടത്. അതെ. ഓ, അന്ന് ആശാനായിരുന്നു ആ പരിപാടി നടത്തിയതല്ലേ? എന്നെ പോലത്തെ ഒരാൾ. മനസ്സിലായി. പക്ഷെ അന്ന് ആശാൻ ഇത്ര തടിയില്ലായിരുന്നു കേട്ടോ, വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോഴെങ്ങനെ എത്രയും തടി വെച്ചത്? അത് പിന്നെ ഡെയിലി അടിയിട്ട് പിന്നെ നീര് വെക്കത്തില്ലേ? പള്ളിവട്ട മനുഷ്യനെ പേടിപ്പിക്കുന്ന ഈ തൃപ്രയാർ എന്ന് പറഞ്ഞത് മൊത്തം നല്ല അടിപൊളി ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. അറിയാലോ അല്ലേ? അത് ആശാന് ശരിക്കും ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതുതായ ഹിറ്റ് പാട്ടുകളൊക്കെ പാടണം. ഞാൻ പാടുമല്ലോ. അപ്പൊ എന്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഒരു ഉഗ്രം പാട്ടുണ്ടല്ലോ ഇപ്പൊ ഇറങ്ങിയത്. ഏതാണ്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ എന്താ കേക്കണത്? കൊള്ളാല്ലേ? എന്തിന് കൊള്ള? ഇങ്ങനെയാണ് പാടുന്നത്. പിന്നെ പാട്ട് പാടുമ്പോ അതിനൊരു ഈണം വേണം. നീ ഈണം തെറ്റിച്ചാ പാടിയത്. ഈണം തെറ്റിയ ജനങ്ങൾ തുള്ളണം. അതാണ് എന്റെ ഗാനമേള. ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിലല്ലേ പരിപാടി. അതെ. അവിടെ ഭക്തിയോടെ വേണം ഈ പാട്ട് പാടാൻ. ഭക്തിയോടെ ഞാൻ പാടുന്നത് കേട്ടില്ല. ഇല്ല. എന്നെ പിടിച്ചോ. ഓം വച്ച വച്ചാന വച്ചാന മേരെ തപ്പു തപ്പു മേരെ ടിപ്പു ടിപ്പു മേരെ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട്ട കണ്ണ്, ഭയമ്പൂവോ താമരത്താരോ താനേ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട്ട കണ്ണ്. ഇത് ഗാനമേള തന്നെയാണ്. എന്റെ അമ്മച്ചാനെ സത്യത്തിൽ ഇതാണ് ഗാനമേള. ഞാൻ പാടും, ഇവർ രണ്ടുപേരും ആടും. എന്റെ ആശാന് സംഗീതം എന്താണെന്ന് അറിയാമോ? സംഗീതം എന്താണെന്ന് അറിയാമോ? എടാ, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ പാടില്ല. എന്താണ് അല്ല എന്താണ് ഇവിടെ അറിയില്ല. സംഗീതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു തെങ്ങാണ്. തെങ്ങോ? അതെ. ഈ സംഗീതമാകുന്ന തെങ്ങിലേക്ക് രാഗമാകുന്ന തളപ്പിട്ട് നമ്മളിങ്ങനെ കേറിപ്പോണം. എന്നിട്ട് മോളിൽ ചെന്നിട്ട് സ്വരമാകുന്ന തേങ്ങയും താളമാകുന്ന കൊതുമ്പ് കോഞ്ഞാറ്റം പറ്റി താഴേക്കിടണം. എന്നിട്ട് 2 തേങ്ങ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ തെങ്ങേറ്റായിരുന്നു പണി. പണി അവർക്ക് മനസ്സിലായില്ലേ? പക്ഷേ ഈ തെങ്ങി കേറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തെങ്ങി കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തെങ്ങിന് വീണ് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരിക്കലും ബുദ്ധിമുട്ട്. അതെ, ആശാനും ശിഷ്യന്മാര് തെങ്ങേറ്റത്തിന്റെ കാര്യം നിർത്തുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോടാ ആശാനെ, ആശാൻ എന്നും പരിപാടി ഉണ്ടോ? എന്നും പരിപാടി ഉണ്ടോന്നോ? എടാ, ഇന്നൊരു പരിപാടി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ 6 ദിവസം ഞാൻ പിന്നെ പരിപാടിയേ പിടിക്കൂല. എന്താ? അതുവരെ ആശുപത്രിയിലായിരിക്കും. ആശാനെ ഇന്ന് വാ, കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ആശാനെ ഈ തൃപ്രയാർ ക്ഷേത്രത്തിൽ ആശാന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ പോവാണ്. ബുക്ക് ചെയ്താൽ ആശാനും ഈ ട്രൂപ്പും കൂടെ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? പരിപാടി നിങ്ങൾ ബുക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പരിപാടിക്ക് ഒരു കാറിന് അങ്ങോട്ട് വരും. തിരിച്ച് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്താൽ മതി. അച്ഛനെ, ഈ ചെറുപ്പക്കാരെന്ന പോലെ തന്നെ കുറച്ച് പ്രായമായ ആൾക്കാർ ഞങ്ങളുടെ ദേശത്തുണ്ട്. വയസ്സായ ആള്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പഴയ സെമി ക്ലാസിക്കൽ ഗാനമായാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും പാടും. ഏത് പാട്ട് വേണം?
സംഗീതമേ ജീവിതം ശ്രുതി മധുര എന്തായി കേൾക്കണം? പിന്നെ എങ്ങനെ ഇങ്ങനെയാ പാടുന്നത്? പിന്നെ എങ്ങനെയാ പാടുന്നത്? ഞാൻ പാടുന്ന കേട്ടോ? ഇല്ല. പാട്ട് പാടി ജനം തുള്ളണം, അതാണ് വേണ്ടത്. ഒന്ന് തുള്ളിച്ചേ. ഞാൻ പറഞ്ഞ ഇല്ല. പിടിച്ചോ. സംഗീതമേ ജീവിതം ശ്രുതി മധുര സംഗീതമേ ജീവിതം സംഗീതമേ ജീവിതം ശ്രുതി മധുര സംഗീതമേ ജീവിതം. എന്റെ ആശാന ഇത് ഗാനമേള തന്നെയാണ്. അമ്മച്ചേർത്തിട്ട് ഞാൻ പാടും, ഇവർ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഒന്നുമില്ല. പിന്നെ ആശാൻ ഒരുപാട് വേദിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ആശാൻ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ആ പാട്ട് വീണ്ടും പാടാൻ ഓഡിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വീണ്ടും ഒരു പ്രാവശ്യം പാടാൻ. എടാ എന്നോടൊരു പാട്ട് 10 പ്രാവശ്യം പാടാൻ പറഞ്ഞിട്ടുണ്ട്. 10 പ്രാവശ്യം? കണ്ണൂർ ക്ഷേത്രത്തിൽ ഞാൻ ഹരിമുരളി ദേവൻ പാടിക്കൊണ്ടിരിക്കുക. പാടി തീർന്നത് ഓഡിയൻസ് സെറ്റിട്ട് പറയുന്നത് We want once more.